ഞാൻ ഷാവുൽ അമീൻ, ഗ്രീൻ വാലി മായന്നൂർ നഴ്സറി നടത്തുന്ന ആളാണ്. ഇവിടെ നമ്മുടെ മായന്നൂർ പെട്രോൾ പമ്പിൻ്റെ എതിർവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒറ്റപ്പാലത്ത് നിന്ന് ചേലക്കര റൂട്ട്, ചേലക്കരയ്ക്കും പോവാം പഴയന്നൂർക്കും പോവാം. അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, ഒരു 1.5-2 കിലോമീറ്റർ ആവും. അതിൻ്റെ ഉള്ളിൽ ആ മായന്നൂർ ബ്രിഡ്ജ് കഴിഞ്ഞ് അവിടുന്ന് കയറി വരുന്ന അതിൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ നടത്തുന്നത് എന്താ പറഞ്ഞാൽ എല്ലാ ഫലവൃക്ഷ തൈകളാണ് കൂടുതലും നമ്മൾ ചെയ്തു വരുന്നത്. എല്ലാ വർഷങ്ങളും ഉണ്ട് അത്യാവശ്യം. നമ്മളിപ്പോൾ ഏകദേശം തുടങ്ങിയിട്ടൊരു കൊല്ലം ആവണേ ഉള്ളൂ. ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫ് നിർത്തി നാട്ടിൽ വന്ന് കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അഗ്രികൾച്ചറിനോട് ഒരു താല്പര്യം തോന്നി ഇതിലോട്ട് കയറിയത്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ടൈം പോകുന്നത് അറിയില്ല. എന്താ പറഞ്ഞാൽ കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടൈം പോണത് അറിയില്ല. പിന്നെ കാലത്തോട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ഇടയിൽ കസ്റ്റമർ വരും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പണിക്കാരെയൊന്നും വെച്ചിട്ടില്ല, നമ്മളും നമ്മുടെ വൈഫും കൂടിയിട്ടാണിത് കൊണ്ട് നടത്തുന്നത്. പിന്നെ ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഓരോരോ ചെടികളുടെ ചോട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ മേഖലകളെല്ലാം തിരഞ്ഞു നോക്കി. പിന്നെ അതിനുശേഷം നമ്മുടെ അനിയൻ ആണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇത് റംബൂട്ടാൻ N80 എന്ന് പറയും, റെഡ് കളറാണ്. ഇത് നമ്മൾ ബെഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കവറിൽ നിന്ന് വലുതാക്കി എടുക്കുകയാണ്. ഇവിടെ ബെഡിങ് ഒന്നുമില്ല. ഇതിൻ്റെ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. N80 ഒരു സൈസ് നമ്മുടെ അടുത്തുള്ളൂ, പല സൈസുകളും ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഇത്രയും വലുപ്പമായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു ചെറിയ വിലക്കായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കവർ മാറി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ യെല്ലോ ഉണ്ട്, യെല്ലോൻ്റെ അപ്പുറത്ത് അത് കുറച്ചും കൂടി ഹൈറ്റ് കൂടിയതാണ്. അതൊരു 4-4.5 അടി ഹൈറ്റ് ഉണ്ട്. അത് അവൈലബിൾ ആണ്. ഇത് വെറൈറ്റി പേരകളാണ്. ഇത് തായ് 7 എന്ന് പറയും. തായ് 7 ഉണ്ട്, തായ് 5 ഉണ്ട്, VNR ഉണ്ട്, റെഡ് പേര ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി യെല്ലോ, സ്ട്രോബെറി പിങ്ക്, സ്ട്രോബെറി റെഡ് ഉണ്ട്. പിന്നെ ഇതാ വയലറ്റ് പേര. അങ്ങനെ പേരകളുടെ എല്ലാ വെറൈറ്റികളും ഉണ്ട്. പിന്നെ കിലോ പേരയുണ്ട്, നാടൻ പേരയുണ്ട്, ബോൾ പേര. അങ്ങനെ പേരകളുടെ എല്ലാ വെറൈറ്റികളും അവൈലബിൾ ആണ് ഇവിടെ. ഇത് നമ്മുടെ വെറൈറ്റി മാവുകളാണ്. മാവുകൾ കുറേ വെറൈറ്റി ഉണ്ട്. ഹിമ പസന്ത്, റാണി പസന്ത്, നാസി പസന്ത്, അതുപോലെ തന്നെ മൽഗോവ, വെങ്ങനാപ്പള്ളി, പിന്നെ ചന്ദ്രകാരൻ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസുകളുണ്ട്. അതിൽ ഒരു 10-17 ഐറ്റംസ് എങ്കിലും നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. പിന്നെ മാവുകൾ അങ്ങനെ തന്നെ അതിൻ്റെ ആ ഏരിയയിൽ ഇരിക്കുന്നതെല്ലാം കംപ്ലീറ്റ് ബെഡാണ്. അപ്പോൾ ബെഡ് തൈകൾ തന്നെയാണ്. എല്ലാം 3 വർഷം കൊണ്ട് കായ്ഫലങ്ങൾ ഉണ്ടാവും. ഇത് ബുഷ് ഓറഞ്ചാണ്. ഈ ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയതുകൊണ്ട് വെള്ളം കലക്കാൻ ഉപയോഗിക്കാം. നല്ല വെള്ളം കലക്കി കഴിഞ്ഞാൽ നാരങ്ങയുടെ ഗുണമാണ്. എന്നാൽ ഓറഞ്ച് ആണതിന് ഇതല്ലേ. ഇതിൽ നിറയെ കായ ഉണ്ടാവും. ഇതിന് ജസ്റ്റ് ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ ഇതൊരു ഉമ്മർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കായ ഉണ്ടാവും. ജസ്റ്റ് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഒരു നാരങ്ങ പിഴിയുന്നതിന് പകരം ഈ ഓറഞ്ച് പിഴിഞ്ഞ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബലമുണ്ടോ. അപ്പോൾ അത് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇതാവാം. ഇതിൻ്റെ ചെറുതൈകളും ഉണ്ട്, ഇതിൻ്റെ വലുതും ഉണ്ട്. ഇതാണ് ഇപ്പോൾ വലുത് വരുന്നത്. ഇതിൻ്റെ ചെറുതൈകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ എന്ന് പറയും. മാംഗോസ്റ്റിൻ ഫ്രൂട്ട്സ് എല്ലാവർക്കും കഴിക്കുന്നുണ്ടാവും. നല്ല വിലയുണ്ട് സാധനം. ഇതിൻ്റെ വലിയ തൈകളും ചെറിയ തൈകളും അവൈലബിൾ ആണ് ഇവിടെ. മാംഗോസ്റ്റിൻ, അബിയു ഫ്രൂട്ട്സ് എല്ലാവിടെയും അവൈലബിൾ ആണ്. പക്ഷെ ഇതിൻ്റെ ചെറുതൈകൾ, വലിയ തൈകൾ, അതിൻ്റെ ചെറു തൈയാണിത്. ഇതിൻ്റെ ഇതുണ്ടോ വലിയ തൈകളാണ്. വലിയ തൈകളും ചെറിയ തൈകളും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവക്കാഡോ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ തെച്ചികൾ, പൂക്കൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യുജീനിയ, ഇതൊരു തെച്ചിയാണ്. ഇത് ചക്കമുല്ല എന്ന് പറയും. പിന്നെ നമ്പ്യാർ വട്ടം, എന്താ പറയുക, മരമുല്ല. അങ്ങനെ കുറേ ഇലച്ചെടികളുണ്ട്. അതിൽ പൂവുണ്ടാവുന്ന ചെടികളുണ്ട്. അങ്ങനെ അതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് ലൂബി പറയും, സ്വീറ്റ് ലൂബികൾ, അങ്ങനെ എല്ലാ പഴവർഗ്ഗ ചെടികളും എല്ലാം അവൈലബിൾ ആണ്.
ഇത് റോസുകൾ, പലതരം റോസുകളുണ്ട്. ഇപ്പം റോസ് ഉണ്ട്, അതിൻ്റെ യെല്ലോ റോസ്, വൈറ്റ്, അങ്ങനെ പല രീതിയിൽ പല കളറുകളുണ്ട്. ഇതിൻ്റെ വലിയ കവറുണ്ട്, അതിൻ്റെ ചെറിയ കവറുകളുണ്ട്, അതിൻ്റെ ചട്ടികളുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. ഇത് 4 വർഷ തൈകളാണ്. അതായത് നമ്മളുടെ 27 നാളിന് 27 വൃക്ഷങ്ങൾ വിൽക്കുക. അതായത് ഇപ്പോൾ ബർത്ത്ഡേക്കെല്ലാം ആളുകൾ കേക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതാവുന്നത്. ഇപ്പോൾ അത് മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ അയാളുടെ നാളെന്താ, ഒരു ബർത്ത്ഡേക്കാരന് ഒരു നാളുണ്ടെങ്കിൽ അയാളുടെ നാൾ ഭരണിയാണോ, ഭരണിയാണെന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള വൃക്ഷങ്ങൾ, അതിൻ്റെ ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ലിസ്റ്റ് നോക്കി നമുക്ക് ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും. എല്ലാ നാളുകളുടെയും മറ്റേ വൃക്ഷങ്ങളുണ്ട്. ഇതാ ഇത് റെഡ് ഫാമിൻ്റെ വലുതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ നിലമ്പൂർ തേക്കാണത്. നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ച് അതിനെ കൊമ്പ് പിടിപ്പിച്ച് ഉണ്ടാക്കി വെച്ചതാണ്. ഈ തേക്കിൻ്റെ എല്ലാ തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ എത്ര ഓർഡറിനനുസരിച്ച് ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കി കൊടുക്കുന്നതായിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന വെച്ച് എല്ലാവർക്കും ഇറക്കി കൊടുക്കും. ഇത് കവുങ്ങും തൈകളാണ്. കവുങ്ങും തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു 3 വെറൈറ്റീസാണ്. കാസർഗോഡൻ, മോഹിത് നഗർ, ഇൻ്റർമംഗള. ഇതിൽ 3 നമ്മളിവിടെ മറ്റേ നട്ട് വളർത്തിയതാണ്. അതായത് നമ്മൾ പാവി എടുത്ത് അങ്ങനെ വളർത്തിയെടുത്തതാണ്. ഇത് ഇവിടെ മറ്റേ ഇപ്പോൾ ഏകദേശം ഒരു തോട്ടത്തിലൊക്കെ വയ്ക്കണമെന്ന് പറഞ്ഞാൽ 5000-ഓളം ഉണ്ട് ഇപ്പോൾ നമ്മളൊരു തൈയിൽ. അതെല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഇപ്പോൾ ഇത് അത് കണ്ടില്ലേ, ഇത്രയും തൈകളുണ്ട്. എല്ലാം നല്ല ത്രോസ് ആയിട്ട് തന്നല്ലേ. ഇനിയിപ്പോൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിലോട് ഇത്തിരി വളർട്ട് കൊടുക്കണം കേട്ടോ. വളർട്ട് കൊടുത്താലാണ് അത് ഇതായി വരുള്ളൂ. അപ്പോൾ അതും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ പാവി എടുത്തതാണ്. പിന്നെ ഇവിടെ എല്ലാവിധ ഇൻഡോർ പ്ലാന്റുകളും എല്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുന്നില്ല, എല്ലാവിധ ഇൻഡോർ പ്ലാന്റുകളും എന്നും പറയാനുമില്ല. ഏകദേശം നമുക്ക് കഴിയാവുന്ന സാധനങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ അതായത് ആന്തോറിയം, ഈ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ ഏതൊക്കെ ലൊക്കേഷനിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇതിലുള്ള ഇൻഡോർ പ്ലാന്റുകളാണ്. പിന്നെ ആവശ്യമനുസരിച്ച് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും. ഇത് നാടൻ തെങ്ങിൻ തൈകളുണ്ട്, പിന്നെ മലേഷ്യൻ കുള്ളനുണ്ട്, അങ്ങനെയുള്ള എല്ലാ തെങ്ങിൻ തൈകളെല്ലാം അവൈലബിൾ ആണ്. ഏത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ തേങ്ങയ്ക്കെല്ലാം വില കൂടിയതുകൊണ്ട് ഇച്ചിരി റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. അതിപ്പോൾ നേരത്തെ കൊടുത്ത റേറ്റിനല്ല ഇപ്പോൾ കൊടുക്കുന്നത്, ഇച്ചിരി റേറ്റ് കൂടുതലുണ്ട്. അത് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയല്ലോ, അതുകൊണ്ടായിരിക്കാം. തെങ്ങിൻ തൈകളും അവൈലബിൾ ആണ്. ഇത് മക്കോട്ടത്തേവ, ഈ ഷുഗറിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു കായല്ലേ, ഒരു തരം കായുണ്ട്. അതിങ്ങനെ പൊടിച്ച് ഷുഗറിന് ഉപയോഗിക്കുന്ന ഒരു കായാണ്. ഇതിൻ്റെ വലിയ തൈയാണ്. അതിൻ്റെ ചെറുതൈകളുണ്ട്, അതും അവൈലബിൾ ആണ്. പിന്നെ ഇതെല്ലാം പ്ലാവ് തൈകൾ. പ്ലാവ് തൈയിൽ പല വെറൈറ്റികളുണ്ട്. അതൊരു അതിശയജാക്ക് എന്ന് പറയും. പിന്നെ തേൻപരിക്കിലൊക്കെ പെട്ടതാണ്. അതുപോലെ വിയറ്റ്നാം സൂപ്പർ, അതിൻ്റെ ചെറുതുണ്ട്, വലുതുണ്ട്, J33, ഡെൻസൂരി, AVR, അങ്ങനെ കുറേ വെറൈറ്റികൾ, എല്ലാ വെറൈറ്റികളും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഹൈറ്റ് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ഇതിൻ്റെ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള പ്ലാവുകളും ഉണ്ട്. ഡ്രമ്മിൽ വെച്ചിട്ടുള്ള പ്ലാവുകൾ ഏകദേശം ഒരു 10-12 അടി ഹൈറ്റ് ആയിട്ടുണ്ട്. അതെല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഫാമിലി സപ്പോർട്ട് എനിക്ക് വൈഫ്, 2 പെൺകൊച്ചുങ്ങളാണ്. ഒരു കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരു കൊച്ച് ഇപ്പോൾ പഠിക്കണു. പിന്നെ നമ്മുടെ വൈഫ് കൂടെ എല്ലാറ്റിനും നമ്മുടെ കൂടെ ഉണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഉള്ളു പണിയായിരിക്കും. കാലത്ത് ഒരു 8-8 ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ചിലപ്പോൾ 8 മണിയാകുമ്പോൾ പോകുമ്പോൾ. അതുപോലെ പണിക്കാരെയും നമ്മൾ വെച്ചിട്ടില്ല. പണിക്കാരെ വെക്കാനുള്ള ഒരു സിറ്റുവേഷനല്ല. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എനർജിക്ക് ഇത് കൂടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടിനും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഒരു ധൈര്യം, നമ്മുടെ ഒരു ആത്മവിശ്വാസം. അതാണ്. സീസൺ ചെടികളായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെ സീസണായിട്ട് ഒരു ചെടികൾ എന്ന് പറയാനില്ല. ഏത് സീസണിലും എല്ലാ ചെടികളും ഇപ്പോൾ വളർത്തിയെടുക്കാവുന്നതാണ്. ഇപ്പം എന്താ പറഞ്ഞാൽ ഒന്നില്ലേ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവണം. വെള്ളത്തിന് ഇപ്പോൾ അവിടെയും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ മറ്റ് പഴയ ജീവിത രീതികളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പുതിയ ജീവിത രീതികളാണ്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവിധ പൂച്ചട്ടികളും ഉണ്ട്. സിമെന്റ് ചട്ടി ഉണ്ട്, പ്ലാസ്റ്റിക് ചട്ടി, അങ്ങനെ ഇൻഡോർ ചട്ടികൾ, എല്ലാ ചട്ടികളും ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഇടേണ്ട വളങ്ങൾ, അതുപോലെ തന്നെ ഒരു വൃക്ഷം നമ്മൾ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് വളം നിർബന്ധമാണ്. വളം നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് വെക്കുന്ന സമയത്ത് തന്നെ അതിന് കുറച്ച് വളങ്ങൾ കൊടുത്താലാണ് അതിന് വളർച്ച വരുള്ളൂ. അതിപ്പോൾ നമ്മൾ പിന്നീട് ഇടാം എന്നുള്ള ആ സിറ്റുവേഷൻ ഒന്നുമല്ല. ഇതിപ്പോൾ ജസ്റ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതിന് വളങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ഒരു വൃക്ഷം ആണെങ്കിലും വളങ്ങൾ കൊടുക്കുമ്പോഴേ അതിന് വളർച്ച ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും അതിന് ഫലം അത് കാണിക്കും. ഇല്ല അത് വെറുതെ മണ്ണിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മണ്ണിൽ വെക്കുന്ന സമയത്ത് കുറച്ച്
വട്ടത്തിൽ കുഴിയെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് താഴത്തിൽ കുഴിയെടുക്കുക. അതുപോലെ അതിൻ്റെ ലെവലിന് വെച്ചാൽ മതി. ഇപ്പോൾ ബെഡാണ്, ബെഡ് പറഞ്ഞ് ബെഡ് ലെവലിന് വെച്ചാൽ മതിയാവും. അതുപോലെ ഇതിൻ്റെ ഇൻഡോർ വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ മറ്റേ ആവശ്യത്തിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചെങ്കിൽ അതിനൊരു ഇതാവുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഒരു ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങൾ, അതുപോലെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് അതിനൊരു പ്രത്യേക എനർജിയാണ്. ഈ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് കയറി പോകുമ്പോൾ അതൊരു പ്രത്യേക എനർജിയാണല്ലോ. അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് വേറൊരു ഉന്മേഷവും വേറൊരു എനർജി കിട്ടും. ഒരു വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് ഒരു എനർജിയാണ് ഒരു പച്ചപ്പ് കാണുന്നത് തന്നെ. ചിലർക്ക് പൂക്കളോടായിരിക്കാം താല്പര്യം, ചിലർക്ക് പച്ചപ്പിനോടായിരിക്കാം താല്പര്യം. അതുപോലെ പ്രത്യേക എനർജിയാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇതിനോട് യോജിച്ച് നല്ല ഫലവൃക്ഷങ്ങൾ വെച്ച് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മായന്നൂർ ബ്രിഡ്ജിന് തൊട്ട് മേലെ ഒരു 300 മീറ്റർ, ഒരു 500 മീറ്ററിൻ്റെ ഉള്ളിൽ, 300 മീറ്റർ തന്നെ അതിൻ്റെ മേലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീൻ വാലിയാണ്. എൻ്റെ പേര് ഷാഹുൽ ഹമീദാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫലവൃക്ഷങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കുക. നല്ല എനർജിക്കായിട്ട് ജീവിക്കാനുള്ള ഒരു സൊല്യൂഷൻ അതിലുണ്ടാവും. നമുക്ക് ആ വൃക്ഷങ്ങൾ പിടിപ്പിക്കുമ്പോൾ അതിന് ഒരു സൊല്യൂഷൻ അത് തന്നെ ഇതിൽ കാണിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനൊന്നുമില്ല, എല്ലാം ആ വൃക്ഷങ്ങൾ നമുക്ക് കാണിച്ചു തരും. എന്ത് പഠിക്കണം എന്നുള്ളത് ആ വൃക്ഷങ്ങൾ തന്നെ കാണിച്ചു തരും. നമുക്കിപ്പോൾ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കൊച്ചുങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്ക് മിണ്ടാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇതും. ചെറിയ പ്രായത്തിൽ മറ്റേ വൃക്ഷങ്ങൾ നടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കും. അപ്പം നമ്മൾ അതിനോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മളത് പരിചരിക്കണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഗ്രീൻ വാലി സ്ഥിതി ചെയ്യുന്നത് വീണ്ടും പറയുന്നു നമ്മുടെ മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം.